ഇന്നാണെങ്കിൽ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഉറങ്ങുമ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷീണം കാരണം കുറച്ച് തോനെ നേരം ഉറങ്ങി. ഞാനാണെങ്കിൽ പുറത്ത് വന്ന് നോക്കിയ സമയത്ത് 2 നീലത്താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒന്ന് ചെറിയൊരു മൊട്ട് പോലെയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നീലത്താമര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതെന്താണെന്നുള്ള വലിയ ധാരണ എനിക്കില്ല. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇന്ന് രാവിലെയും നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ കുറേ ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട്, അതൊക്കെ വേഗം വാഷ് ചെയ്യാനിട്ടു. അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുന്നതിനെക്കാട്ടും മുന്നേ കുറച്ച് പണികളൊക്കെ വേഗം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പണികളൊക്കെ ഒന്ന് വേഗം വേഗം നോക്കി. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനി അവരെണീക്കുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്കൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ KFC വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ 2 പീസ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ കണ്ണേട്ടനാണെങ്കിൽ രാവിലെ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ കണ്ണേട്ടനാണെങ്കിൽ കട്ടൻ ചായയുടെ ആളാണ്. പാൽ ചായ, പാൽ കാപ്പി അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എല്ലാം കട്ടനാണ് ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാൽ, ഞാൻ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ അത് പാലൊഴിച്ച കാപ്പി കുടിക്കുള്ളൂ കൂടുതലും. അങ്ങനെയാണ്. എനിക്ക് പാലൊഴിച്ച സംഭവത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ഉണ്ടാക്കും. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പാലൊഴിച്ചിട്ട് കോഫി ഉണ്ടാക്കും. കോഫിയാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ആൾ ഓഫീസിലേക്ക് ഇറങ്ങായി. അപ്പോൾ ആൾ പോകുന്ന സമയത്താണെങ്കിൽ രാവു അവിടെ ആകെ സീനാക്കും, കരയും. ആൾ പോയതിന് മാത്രമല്ല, അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അവന് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അലമ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് 2 പേരേനെയും മതിലിൻ്റെ മേലെ ഇരുത്തും. അപ്പോൾ അവിടെ ഒരുവിധം വണ്ടികളൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ എൻജോയ് ചെയ്യും. കുഞ്ഞാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നും അവൾ നല്ല ഫുഡ് അടിയാണെന്ന്. പക്ഷെ ഒന്നും കഴിക്കില്ല. ആ കഴിക്കുന്ന ദോശയുടെ 2 കഷ്ണം ചിലപ്പോൾ ഒരു 3 കഷ്ണം കഴിക്കും. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് കുട്ടി ചോറ്, സെർലാക്ക്, ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനോടും ഒരു താല്പര്യമില്ല. മുട്ട, അതേപോലെ അമൃതം പൊടിയൊക്കെ ഒന്ന് കൊടുത്ത് നോക്കും. ചിലപ്പോൾ ഒരു മൂടിന് കഴിക്കും. കഞ്ഞിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുടിക്കും എന്നല്ലാതെ. ഇപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും, ഓ കുട്ടി ഒറ്റയ്ക്ക് നന്നായി കഴിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. ആളെ വയറ്റിക്ക് കാര്യമായിട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ അമ്മേനെ കണ്ടിട്ടുള്ള അവരുടെ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഇതാരാ? ഇതാര് കുഞ്ഞേ? രാവു ഇതാരാ? കുഞ്ഞിയുടെ ചിരി. കുഞ്ഞാനായിട്ട് ഹാപ്പി ആയതല്ലേ? കുഞ്ഞാണെങ്കിൽ അമ്മേനെ കണ്ടേ പിന്നെ അമ്മേനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, ഒട്ടിപ്പിടിച്ച് കിടക്കുക, അമ്മയുടെ കൂടെ തന്നെ ഇരുന്നു.
അവൾക്ക് എന്തോ പേടിയുള്ള പോലെ അമ്മേനെ അവളെ ഒറ്റയ്ക്കാക്കി പോയാലോ എന്നൊക്കെ. അതേപോലെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് കുട്ടി അപ്പേനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അത് ബിരിയാണിക്കുള്ള സംഭവങ്ങളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി ഊറ്റിയിട്ടാണ് എടുക്കാറ്. കാരണം എനിക്കത് വേവിൻ്റെ പ്രശ്നം, അല്ലാതെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ വേവിൻ്റെ പ്രശ്നം വരാറുണ്ട്. അപ്പം ഞാൻ തീരെ അങ്ങനെ റിസ്ക് എടുക്കാറില്ല. ഊറ്റിയെടുക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വേവിന് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വേവിന് എനിക്ക് നെയ്ച്ചോറ്, അതായത് ബിരിയാണിയുടെ റൈസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു. അതിലേക്ക് കുറച്ച് സവോള ഇട്ടു. സവോളയുടെ കളർ ചേഞ്ച് ആവരുത്. അതിലേക്ക് കുറച്ച് നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ മസാലയ്ക്ക് എടുക്കില്ലേ, അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും. എന്നിട്ട് ഈ റൈസ് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരണം. ആ സമയത്താണ് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചൂടുള്ള വെള്ളം, അത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി അത് അടച്ച് വെക്കുക. ഫുൾ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്, അടച്ച് വെക്കുന്നത് ഫുൾ ഫ്ലെയിമിലാണ്. അങ്ങനെ കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ അരിയും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുന്നത് കാണാം. ആ ഒരേ ലെവലിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വേവിന് ചോറ് കിട്ടും. അപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി തോന്നി. സാധാരണ എനിക്ക് വറ്റിച്ചെടുക്കുമ്പോൾ തീരെ ശരിയാവാറില്ല. ഇപ്പം എനിക്ക് ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഒന്നും കൂടി ഈസി ആയിട്ട് അങ്ങനെ തോന്നി. അതാണ് ഞാൻ ഈ ടിപ്പ് ഷെയർ ചെയ്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെയും രാവുവിനൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയോ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കിയപ്പോൾ അരി കറക്റ്റ് വേവാണ്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കിനിവുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ പോവാണല്ലോ, അപ്പോൾ അത് കറക്റ്റ് സെറ്റാവും. നമ്മൾ നെയ്ച്ചോറിനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കി. കുറച്ച് സവോളയും അതേപോലെ പൈനാപ്പിളും പിന്നെ കുക്കുംബറും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയത്. അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. കുറേ കഥകളും കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ രാവുണ്ണിക്ക് ഫുഡ് കൊടുത്തു. രാവുണ്ണിക്ക് ബിരിയാണി അല്ല, ബിരിയാണിത്തെ ചിക്കനും പിന്നെ സെപ്പറേറ്റ് എരിവില്ലാതെ വേറെ വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൊടുത്തിട്ട് ആണ് രാവുണ്ണി കഴിച്ചത്. രാവുണ്ണിക്കാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കഴിക്കാതെ അവൻ ഉറങ്ങി. കുഞ്ഞാണെങ്കിൽ ആദ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേർക്കും ഭയങ്കര ക്ഷീണമായി. അവർ നല്ല ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ 2 ഗുലാബ് ജാമുനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റായി. കുഞ്ഞിയും രാവും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് കുഞ്ഞി വേഗം എണീറ്റ് വന്നു. ഹലോ കുഞ്ഞിയാണോ? ഹലോ കുഞ്ഞി, ആര് സുന്ദരി? അമ്മയുടെ കുഞ്ഞുമണി ആരാ? മൂക്ക് എവിടെ? മൂക്ക് അച്ചോ. കണ്ണെവിടെ? ചെവി എവിടെ? ചെവി. രണ്ടുപേരും എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ പോയി. രാവുണ്ണിയാണെങ്കിൽ പോകുന്ന സമയത്ത് രാവുണ്ണിക്ക് ഞാൻ കാർട്ടൂൺ കാണിച്ചിട്ട് ഉള്ളിലിരുത്തി, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ആകെ അലമ്പാക്കും. അപ്പോൾ അവൻ കുറേ നേരമൊക്കെ അമ്മ പോയതിൻ്റെ കാര്യം അവൻ മറന്നു. അവനെ കളിക്കാനൊക്കെ ഞാൻ കൊണ്ടുപോയി. ഇവർ രണ്ടുപേരും കൂടി പുറത്ത് കുറേ നേരമൊക്കെ കളിച്ചപ്പോൾ അവനത് മറന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവന് അമ്മമ്മ പോയത് ഓർമ്മ വന്നത്. ഇവരിങ്ങനെ എന്നും കുറച്ച് നേരം പുറത്ത് കളിക്കും. അതൊക്കെ കഴിഞ്ഞ് അവരെ മേല് കഴുകി കയറ്റും, പിന്നെ ഫുഡ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഒരു ഡേ. അപ്പോൾ ഇവരെ നോക്കി ഞാനിങ്ങനെ ഇരിക്കും. വരും പൊന്നൂട്ടാ, വരൂട്ടാ. അവിടെ പൊന്നു വാ, അവനെ കെട്ടിപ്പിടിച്ച്.